പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ നമുക്കിന്ന് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശത്ത് നിന്നും അക്രൈസ്തവരാകിട്ട് അനേകം മക്കൾ മരണമടഞ്ഞു പോയിട്ടുണ്ട്. ഭിക്ഷ യാചിച്ചുകൊണ്ട് റോഡരികിലിരുന്ന മക്കൾ ഒക്കെ മരണമടഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വനങ്ങളിൽ ജീവിച്ചിരിക്കുന്ന പല വ്യക്തികളും മരണമടഞ്ഞു പോയിട്ടുണ്ട്. ഇവരുടെ ആത്മാവിനെ എല്ലാം നമുക്കിന്ന് സമർപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, യുദ്ധക്കെടുതിയാൽ മരിച്ചു പോയവരെയൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഇന്ന് സമർപ്പിച്ച്, നമ്മുടെ തലമുറയെ കൂടി ഒന്ന് സമർപ്പിച്ച്, പ്രത്യേകിച്ച് 1-ാം പ്രമാണ ലംഘനം നടത്തി, 6-ാം പ്രമാണ ലംഘനം നടത്തി, 5-ാം പ്രമാണ ലംഘനം നടത്തി ഈ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള മുഴുവനും ആത്മാക്കൾ, അവരിലൂടെ കുടുംബത്തിലേക്ക് വന്ന ചില കെട്ടുകൾ, ബന്ധനങ്ങൾ, പ്രിയപ്പെട്ടവർ, ഈ അവസ്ഥകളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ ആത്മാക്കളെ, ഈ അവസ്ഥകളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, നിൻ്റെ വലിയ കരുണ, നിൻ്റെ പരിശുദ്ധ രക്തം, നിൻ്റെ പീഡാസഹനത്തിൻ്റെ അനന്ത യോഗ്യത ഈ ആത്മാക്കളെ എല്ലാം രക്ഷിക്കണമേ, സ്വർഗത്തിൽ സ്വീകരിക്കണമേ, ഇവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ മുഴുവനും ആത്മാക്കൾക്കായി, ലോകത്തിലുള്ള എല്ലാ പാപികൾക്കായി, ഞങ്ങളുടെ കുടുംബത്തിലെയും സഭയിലെയും എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, നിത്യതയും നിത്യജീവനും ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതെല്ലാവരും കൃത്യമായിട്ടും മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്ന് അച്ഛൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. വിഷയം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ കയറാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കുറുക്കു വഴി, എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് താനും. അതാണ് ദണ്ഡവിമോചനങ്ങൾ. ഇത് നമുക്ക് സ്വർഗത്തിൽ പോകാനും 2 ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ സ്വർഗത്തിൽ എത്തിക്കാനുമുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ്. എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മാർഗവുമാണ് എന്ത്? ദണ്ഡവിമോചനങ്ങൾ. എന്താണ് ദണ്ഡവിമോചനം? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1471 ഖണ്ഡിക 1471 ഖണ്ഡിക ഇപ്രകാരം പഠിപ്പിക്കുന്നു: അപരാധ വിമുക്തമായ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും ദൈവ തിരുമുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. ശ്രദ്ധയോടെ കേട്ടെ, അപരാധ വിമുക്തമായ പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും ദൈവ തിരുമുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണെന്ത്? ദണ്ഡവിമോചനം. മനസ്സിലാക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? പാപം ചെയ്യുമ്പോൾ പാപക്കുറ്റമുണ്ടാകുന്നു, പാപത്തിൻ്റെ കറ അല്ലെങ്കിൽ കടമുണ്ടാകുന്നു. മറ്റൊരു വാക്കി പറഞ്ഞാൽ നിത്യശിക്ഷയുണ്ടാകുന്നു, താൽക്കാലിക ശിക്ഷയുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി കുമ്പസാരിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പാപത്തിൻ്റെ കുറ്റം മാറുന്നു, നിത്യശിക്ഷയിൽ നിന്നും വിടുതൽ കിട്ടുന്നു. ഇനി എന്തുണ്ട്? കറയുണ്ട്, താൽക്കാലിക ശിക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനിൽ കഴിയുന്ന പാപത്തിൻ്റെ, ലഘുപാപത്തിൻ്റെയും കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപത്തിൻ്റെയും കറ അല്ലെങ്കിൽ താൽക്കാലിക ശിക്ഷയിൽ നിന്നും പരിപൂർണമായി വിടുതൽ കിട്ടുന്ന കാര്യമാണ് ദണ്ഡവിമോചനം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അച്ഛൻ വിചാരിക്കുക. പ്രിയപ്പെട്ടവരെ, സഭ ദണ്ഡവിമോചനത്തെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. പലതുണ്ട്, എന്നാലും ചുരുക്കത്തിൽ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാമത് പൂർണ്ണ ദണ്ഡവിമോചനം, 2 ഭാഗിക ദണ്ഡവിമോചനം. അതിനെക്കുറിച്ച് പൂർണ്ണ ദണ്ഡവിമോചനം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത്: പാപം മൂലമുള്ള കാലിക ശിക്ഷയെ പൂർണ്ണമായിട്ട് മാറ്റിക്കളയുന്നതിന് പറയുന്ന പേരാണ് പൂർണ്ണ ദണ്ഡവിമോചനം. പാപം വഴിയാകട്ടെ, അത് ലഘുപാപമാകട്ടെ, പ്രിയപ്പെട്ടവരെ, ഏറ്റുപറഞ്ഞ പാപത്തിൻ്റെ ആകട്ടെ, കാലിക ശിക്ഷ, അതിൻ്റെ കാലിക ശിക്ഷയെ ഭാഗികമായിട്ട് മാറ്റുകയോ നീക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഭാഗിക ദണ്ഡവിമോചനം. ഈ 2 കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിനോട് ചേർന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ എപ്പോഴും ചെല്ലുന്ന ഒരു കാര്യമാണല്ലോ പുണ്യവാന്മാരുടെ ഐക്യം. പ്രിയപ്പെട്ടവരെ, ഇത് ഇത്രയൊന്ന് മനസ്സിലാക്കുക. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു വിശ്വാസി അവൻ തനിച്ചല്ല, അവൻ ഒരു ദ്വീപായിട്ട് ജീവിക്കേണ്ടവനല്ല, അവൻ തനിച്ച് ജീവിക്കേണ്ടവനല്ല. മറിച്ച് പൗലോസ്ലീഹ പറയുന്ന പോലെ ശരീരത്തിൻ്റെ അവയവങ്ങളാ.
എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ജ്ഞാനസ്നാനം വഴി സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവമായി ഓരോ ക്രിസ്ത്യാനിയും ചേർക്കപ്പെട്ടിരിക്കുക. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ച ശേഷവും. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. 1 വിജയസഭ, 2 സമരസഭ, 3 സഹനസഭ. വിജയസഭ സ്വർഗവാസികൾക്ക് പറയുന്ന പേരാണ്. 2 വിജയസഭ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, വിജയസഭ എന്ന് വെച്ചാൽ സ്വർഗവാസികൾക്ക് പറയുന്ന പേരാണ്. സമരസഭ എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ള ദൈവമക്കൾക്ക് പറയുന്ന പേരാണ്. 3 സഹനസഭ എന്ന് വെച്ചാൽ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് പറയുന്ന പേരാണ്. പ്രിയപ്പെട്ടവരെ, ഇത് 3ഉം പരസ്പരം കണക്റ്റഡാ. ഇത് 3 ഒന്നിക്കുന്ന സ്ഥലമാണ് പരിശുദ്ധ ബലിപീഠം, കാൽവരി. പ്രിയപ്പെട്ടവരെ, ഇത് കണക്റ്റഡാ. വിജയസഭയിലുള്ള ദൈവമക്കളുടെ ഉത്തരവാദിത്തമാണ് സമരസഭയിലുള്ളവർക്കും സഹനസഭയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടിയുള്ള കൃപകൾ മേടിച്ചു കൊടുക്കുക. സമരസഭയിലുള്ള ഈ ഭൂമിയിലുള്ള ദൈവമക്കളുടെ ഏറ്റവും വലിയ കടമയാണ് സഹനസഭയിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ രക്ഷിക്കുക, സ്വയം ശുദ്ധീകരിക്കുക. ഇത് പരസ്പരം കണക്റ്റഡാ മക്കളെ. അതുകൊണ്ടാണ് പറയണേ, അവര് ഒരാളല്ല. വിശ്വാസി എന്ന് പറയുന്നത് ഒന്നല്ല, അവര് ഒരു കൂട്ടായ്മയാണ്. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ സഭയുടെ ഭണ്ഡാരം. ഇതും കൂടി മനസ്സിലാക്കണം. പുണ്യവാന്മാരുടെ ഐക്യം, 2 സഭയുടെ ഭണ്ഡാരം. എന്താണ് സഭയുടെ ഭണ്ഡാരം? സഭയുടെ ഭണ്ഡാരത്തിൽ 3 കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1476 ഖണ്ഡികയിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 യേശുവിൻ്റെ യോഗ്യതകൾ, സഭയുടെ ഭണ്ഡാരത്തിലുള്ളതാണ് യേശുവിൻ്റെ യോഗ്യതകൾ. 2 പരിശുദ്ധ അമ്മ മാതാവിൻ്റെ യോഗ്യതകൾ. 3 വിശുദ്ധരുടെ യോഗ്യതകളും സൽപ്രവൃത്തികളും. ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: മനുഷ്യകുലത്തെ മുഴുവനും പാപത്തിൽ നിന്നും മോചിപ്പിച്ച് പിതാവുമായി ഐക്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ ക്രിസ്തു പിതാവിൻ്റെ മുന്നിൽ നേടിയെടുത്ത യോഗ്യത, അതാണ് യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത. ഇനി പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധരുടെയും യോഗ്യത എന്താ? പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമാണ് പറയുന്നത്: ഈ യേശുവിൻ്റെ പാത പിന്തുടർന്ന് അവിടുത്തെ കൃപയാൽ ജീവിതത്തെ നവീകരിച്ച് പിതാവേൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ പരിശുദ്ധി അമ്മയുടെയും സകല വിശുദ്ധരുടെയും യോഗ്യതകളും പ്രാർത്ഥനകളും സൽപ്രവൃത്തികളും. ഇതാണ് എന്ത്? സഭയുടെ ഭണ്ഡാരത്തിലുള്ളത്. ഇതിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ദണ്ഡവിമോചനം എടുക്കുന്നത്. ഈ ഭണ്ഡാരത്തിന് താക്കോൽ ആരുടെ കയ്യിലാണ്? പത്രോസിൻ്റെ പിന്തുടർച്ച അവകാശികളുടെ കയ്യിൽ, എന്ന് വെച്ചാൽ മാർപ്പാപ്പയുടെ കയ്യിൽ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന ദണ്ഡവിമോചനം എടുക്കണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്താണ്? പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വ സ്തുതി ചൊല്ലാൻ പറയാൻ കാരണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദണ്ഡവിമോചനങ്ങൾ പലതരത്തിലുണ്ട്. ഒന്നാമത്തെ ദണ്ഡവിമോചനമാണ് ആഗോള ദണ്ഡവിമോചനം. 2 പ്രാദേശിക ദണ്ഡവിമോചനം. എന്താണ് ആഗോള ദണ്ഡവിമോചനം? ആഗോള ദണ്ഡവിമോചനം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്നും നേടാവുന്ന ദണ്ഡവിമോചനമാണ് ആഗോള ദണ്ഡവിമോചനം. 2 പ്രാദേശിക ദണ്ഡവിമോചനം എന്ന് വെച്ചാൽ ചില പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്നും മാത്രം നേടിയെടുക്കാവുന്ന ദണ്ഡവിമോചനമാണ് എന്ത്? പ്രാദേശിക. ഉദാഹരണം പറയുവാണെങ്കിൽ റോം അല്ലെങ്കിൽ ജെറുസലേം ഇങ്ങനെയുള്ള പുണ്യപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് മാത്രം. മറ്റൊരു ദണ്ഡവിമോചനമാണ് നിത്യദണ്ഡവിമോചനവും താൽക്കാലിക ദണ്ഡവിമോചനവും. നിത്യദണ്ഡവിമോചനം എന്ന് വെച്ചാൽ എല്ലാ സമയത്തും നേടിയെടുക്കാൻ പറ്റുന്ന ദണ്ഡവിമോചനമാണ് നിത്യദണ്ഡവിമോചനം. പ്രിയപ്പെട്ടവരെ, താൽക്കാലിക ദണ്ഡവിമോചനം എന്ന് വെച്ചാൽ ചില നേരങ്ങളിൽ മാത്രമോ ചില കാലഘട്ടങ്ങളിൽ മാത്രമോ നേടിയെടുക്കാവുന്ന ദണ്ഡവിമോചനമാണ് താൽക്കാലിക ദണ്ഡവിമോചനം. ഇതിനേക്കാളും പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനവും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്താണ് പൂർണ്ണ ദണ്ഡവിമോചനം? പൂർണ്ണ ദണ്ഡവിമോചനം നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ കാലിക ശിക്ഷ പൂർണ്ണമായിട്ടും ഈശോയുടെ യോഗ്യതയാലും പരിശുദ്ധി അമ്മയുടെ യോഗ്യതയാലും വിശുദ്ധരുടെ യോഗ്യതയാലും സൽപ്രവൃത്തിയാലും നമ്മുടെ കാലിക ശിക്ഷയിൽ നിന്നും പൂർണ്ണമായിട്ടും മോചനം നേടുന്നതാണ് പൂർണ്ണ ദണ്ഡവിമോചനം. എന്ന് വെച്ചാൽ ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ട് പരിഹാരം ചെയ്യേണ്ട അവസ്ഥ വരില്ല. പിന്നെ മാമോദീസയിൽ നമ്മൾ കാണുന്നുണ്ട്. മാമോദീസയിൽ എന്താ സംഭവിക്കുന്നത്? മാമോദീസ സ്വീകരിക്കുമ്പോൾ പാപത്തിൻ്റെ കുറ്റവും മാറും, പാപത്തിൻ്റെ കറയും മാറും. ഇത് രണ്ടും മാറും. എന്തില്? മാമോദീസയിൽ. പൂർണ്ണ ദണ്ഡവിമോചനത്തിൽ നടക്കുന്ന കാര്യം എന്താ? പ്രിയപ്പെട്ടവരെ,
ഈ കാണുന്ന മാമോദീസായിൽ കിട്ടിയ അതേ അഭിഷേകം പാപത്തിൻ്റെ കുറ്റവും പാപത്തിൻ്റെ കറയും കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവുക എന്ന് വെച്ചാൽ ആ സമയത്ത് പൂർണ്ണ ദണ്ഡവിമോചനം എടുത്ത ശേഷം ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വരില്ല, നേരെ സ്വർഗത്തിൽ പോകാൻ പറ്റും. മനസ്സിലായോ? ഇനി ഭാഗിക ദണ്ഡവിമോചനം എന്താ പ്രിയപ്പെട്ടവരെ? ഭാഗികമായിട്ട് മാത്രം നമ്മുടെ താൽക്കാലിക ശിക്ഷ ലഘൂകരിക്കുകയോ മാറ്റപ്പെടുകയോ നീങ്ങപ്പെടുകയോ ചെയ്യുക എന്ന് വെച്ചാൽ അനേക വർഷങ്ങളോ അനേക ദിവസങ്ങളോ ഭാഗികമായിട്ട് ദണ്ഡവിമോചനം എടുക്കുന്ന ഒരാത്മാവിന് ഒരു ഭാഗം താൽക്കാലിക ശിക്ഷ റദ്ദാക്കപ്പെടുകയാണ്, മാറ്റപ്പെടുകയാണ്. ഇവിടെ ഇനി ശ്രദ്ധിക്കണം, ഇനിയാണ് എന്നെ ശ്രദ്ധിക്കേണ്ടത്. ഇന്നെല്ലാവരുടെയും ചിന്ത എന്നാണെന്നറിയാമോ? ഇത് ചില വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്, ആ വ്യവസ്ഥകൾ അങ്ങോട്ട് പാലിച്ചിട്ട് ഇത് എടുക്കാൻ പറ്റും, അപ്പം കിട്ടുമെന്നാണ് ചിന്തിച്ചേക്കണേ. അല്ല മക്കളെ, ഇതെല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവം അല്ല. ഇത് കിട്ടണമെങ്കിൽ സഭ നൽകുന്ന ഒന്നാമത്തെ കണ്ടീഷൻ, മാനസാന്തരപ്പെട്ടവർക്ക് മാത്രം, മാനസാന്തരത്തിന് പകരമല്ല, മാനസാന്തരപ്പെട്ടവർക്കുള്ള തുണയാണെന്ത്? ദണ്ഡവിമോചനം. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, മനോഭാവത്തിൽ മാറ്റം വരണം, 2 വ്യവസ്ഥകൾ പാലിക്കണം. ഇത് രണ്ടും വേണം. മനോഭാവം എന്ന് വെച്ചാൽ മാനസാന്തരം വേണം, 2 അതിൽ പറഞ്ഞ വ്യവസ്ഥയും പാലിക്കണം. ഒന്നാമത്തെ കാര്യം എന്താ? പാപം ഉപേക്ഷിക്കൽ. കംപ്ലീറ്റ് ആയിട്ട് പാപം ഉപേക്ഷിക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്: മാരകപാപം മാത്രമല്ല, ലഘുപാപം പോലും കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ദണ്ഡവിമോചനം എടുക്കാൻ പറ്റൂ. രണ്ടാമത് പറയുന്നു, ദൈവത്തിൽ ദൈവത്തെ പരിപൂർണമായ ആശ്രയം, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം, പൂർണ്ണമായിട്ട് സ്നേഹിക്കണം. മൂന്നാമത് പറയുന്ന കാര്യമാണ് ക്രിസ്തുവിൻ്റെ യോഗ്യതയിൽ ആശ്രയിക്കണം. 4, വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന വലിയ സഹായത്തിൽ പരിപൂർണമായിട്ടും വിശ്വസിക്കണം. 5 പറയുന്ന കാര്യമാണ് പത്രോസിൻ്റെ പിന്തുടർച്ച അവകാശികളേക്ക് വിധേയമുള്ളവരായിരിക്കണം. 6 പറയുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ, സഭയോട് ഐക്യപ്പെടണം. 7 പറയുന്ന കാര്യമാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് കിട്ടൂ? ദണ്ഡവിമോചനം കിട്ടൂ. ഇന്ന് പലരും ചെയ്യുന്നില്ല. സഭ പറയുന്നു ഇന്ന ദിവസം ദണ്ഡവിമോചനം ഉണ്ട്, എന്ത് ചെയ്താൽ മാർപ്പാപ്പയുടെ നിയോഗപ്രകാരം ഇങ്ങനെ ചെയ്യുന്നു, ഒന്ന് കുമ്പസാരിച്ചു പോകണു, എന്നിട്ട് പിന്നെ എന്താ ജീവിതം? പഴയ ജീവിതം. മക്കളെ, കിട്ടുന്നില്ല. മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കണം. അത് 1 മിനിറ്റോ 1 ദിവസത്തേക്കല്ല, ഇങ്ങനെ ഓരോ ദിവസവും എന്ത് ചെയ്യണം? തെറ്റുപേക്ഷിക്കണം മക്കളെ, പാപങ്ങൾ ഉപേക്ഷിക്കണം. ഓരോ ദിവസവും അതിൽ നിന്ന് മോചനം വരണം. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീന വളരെ വ്യക്തമായിട്ടും പറഞ്ഞു തരുന്ന ഒരു കൊച്ചു കാര്യപ്രകാരമാണ് അവൾ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഓരോ ദിവസവും പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇച്ഛാശക്തിയെ സൃഷ്ടവസ്തുക്കളിൽ നിന്ന് അകറ്റി ദൈവത്തിലേക്ക് പരിപൂർണമായിട്ട് നമ്മൾ കടന്നു വരണം. ഓരോ ദിവസവും, അല്ല 1 ദിവസമോ 1 മണിക്കൂറോ, ഇതല്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? മാനസാന്തരത്തിൻ്റെ മനോഭാവം, ജീവിതം. 2 വ്യവസ്ഥകൾ പാലിക്കണം. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ദണ്ഡവിമോചനം എടുക്കാനുള്ള ആ വ്യക്തി മാമോദീസ സ്വീകരിച്ച വ്യക്തിയായിരിക്കണം. 2, കുമ്പസാരിച്ച് പ്രസാദപരാവസ്ഥയിലുള്ള വ്യക്തിയായിരിക്കണം. എന്ന് വെച്ചാൽ കുമ്പസാരിച്ച് ഒരു 20 ദിവസം അതിനുള്ളിൽ കുമ്പസാരിച്ച് പ്രസാദപരാവസ്ഥ ഉണ്ടായിരിക്കണം. 3 കാര്യം, അന്നേ ദിവസം പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ പരിശുദ്ധ ബലിയർപ്പിച്ച് കുർബാന സ്വീകരിക്കണം. 4 കാര്യം, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവെ, ഒരു നന്മ നിറഞ്ഞ മറിയുമേ, ഒരു ത്രിത്വ സ്തുതി ചൊല്ലണം. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, വ്യവസ്ഥ എന്താണ് ചെയ്യേണ്ട കാര്യം, ആ കാര്യം ചെയ്യണം. എന്നാൽ മാത്രമാണ് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, പൂർണ്ണ ദണ്ഡവിമോചനം ദിവസത്തിൽ 1 പ്രാവശ്യം മാത്രമാണ് സ്വീകരിക്കാൻ പറ്റൂ. എന്നാൽ ഭാഗിക ദണ്ഡവിമോചനം ദിവസത്തിൽ എത്ര വട്ടം വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റും. ഇതിനോട് ചേർന്ന് മനസ്സിലാക്കണം, ദണ്ഡവിമോചനം സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ടും 2 ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ടും മാത്രമാണ് എടുക്കാൻ പറ്റൂ. ഇത് ഭൂമിയിൽ ജീവിക്കുന്ന മറ്റാർക്കെങ്കിലും വേണ്ടി നമ്മൾ എടുത്ത് കാഴ്ചവെക്കാൻ പറ്റില്ല. 1 സ്വന്തം ആത്മാവിൻ്റെ രക്ഷ, 2 ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളുടെ രക്ഷ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ നടന്ന ഒരു കൊച്ചു സംഭവം ഇപ്രകാരമാണ്.
അമ്മ ത്രേസ്യയുടെ കോൺവെൻറ്റിൽ ഒരു സമർപ്പിത മരിച്ചു. ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു സമർപ്പിത മരിക്കുക. അപ്പോൾ അമ്മ ത്രേസ്യയ്ക്ക് നല്ല ദർശന വരമുള്ള വ്യക്തിയാണ്. അമ്മ ത്രേസ്യ കാണുന്ന കാഴ്ച ഇപ്രകാരമാണ്. ഈ അമ്മയുടെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അമ്മ ത്രേസ്യയ്ക്ക് സംശയമായി, ഈ സിസ്റ്ററിനെ എങ്ങനെ ശുദ്ധീകരണ സ്ഥലം ഒഴിവായി എങ്ങനെ സ്വർഗത്തിൽ പോയി? ഈശോ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചോദിച്ചു, ഈ സഹോദരിയുടെ ആത്മാവ് സ്വർഗത്തിലുണ്ടോ? അത് അപ്പം തന്നെ സ്വർഗത്തിലേക്ക് വന്നോ? ഈശോ പറഞ്ഞു, അപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് വന്നു. അപ്പോൾ അമ്മ ത്രേസ്യ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കപ്പെടാൻ കാരണം എന്താണ്? അപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്തൊരു കൊച്ചുകാരി ഇതാണ്. അവൾ ദിവസവും ഒരു പൂർണ്ണ ദണ്ഡവിമോചനവും അവൾക്കെടുക്കാൻ പറ്റുന്ന മാക്സിമം ഭാഗിക ദണ്ഡവിമോചനം എടുത്ത് അവൾ പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് വിടുതൽ പ്രാപിച്ചാണ് അവൾ ജീവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മരണശേഷം നേരെ അവൾ സ്വർഗത്തിലേക്ക് വരാൻ കാരണം. ഒരിക്കൽ ഫൗസ്റ്റീന ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അവളുടെ മുറിയിലേക്ക് ഒരു ആത്മാവ് കയറി വന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് എന്ത് ചെയ്താൽ പോകുന്നില്ല. പ്രാർത്ഥിച്ചു, കരുണക്കൊന്ത ചൊല്ലി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ ആത്മാവിന് വേണ്ടി ചെയ്തിട്ടും പോകുന്നില്ല. അവസാനം ഫൗസ്റ്റീന ഈ ആത്മാവിനോട് പറയുന്ന കാര്യമുണ്ട്, നാളെ എനിക്കെടുക്കാൻ പറ്റാവുന്ന മുഴുവനും ദണ്ഡവിമോചനം എടുത്ത് ഞാൻ നിനക്ക് വേണ്ടി കാഴ്ചവെച്ചോളാം എന്ന് പറഞ്ഞ സമയത്ത് ഈ ആത്മാവ് അപ്രത്യക്ഷമായി. ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾ പെട്ടെന്ന് നമുക്ക് സ്വർഗത്തിൽ പോകണോ? നമുക്ക് ഈ ദണ്ഡവിമോചനം എടുക്കാം. നമ്മുടെ ആത്മാവിനെ നമുക്ക് നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകണോ? ദണ്ഡവിമോചനം എടുക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആദ്യം മാനസാന്തരപ്പെടും മക്കളെ. ഇനി പഴയ പോലെ ജീവിക്കല്ലേ. യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. ഓരോ കൊച്ചു കാര്യത്തിൽ ഈശോയെ പ്രസാദിപ്പിക്കുക. ഒരു ചെറിയ പാപം പോലും ചെയ്യാതിരിക്കുക. ഈശോയുടെ യോഗ്യതയിൽ പരിപൂർണമായി ആശ്രയിക്കുക. വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് ചേർന്ന് നിൽക്കുക. സഭയോട് ചേർന്ന് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, നിശ്ചയിക്കപ്പെട്ട കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക. അങ്ങനെ ഒരു മാനസാന്തരത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ, പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാൻ തുടങ്ങിയാൽ ദണ്ഡവിമോചനം കിട്ടും. ഇതിലൂടെ നമ്മുടെ രക്ഷ, ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷ സംഭവിക്കും. പ്രിയപ്പെട്ട മക്കളെ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ഇങ്ങനെയുള്ള അവസരങ്ങൾ സഭ നമുക്ക് തന്നിട്ട് തള്ളിക്കളയല്ലേ, ഉപേക്ഷിക്കല്ലേ. നാളെ ഏതൊക്കെയാണ് ദണ്ഡവിമോചനങ്ങളെന്ന് അച്ഛൻ പറഞ്ഞു തരാം. ഒരു നിമിഷം നമ്മളെയും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുഴുവനും ആത്മാക്കളെയും ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുക. ഈ ആത്മാക്കളെ മുഴുവനും രക്ഷിക്കണമേ. ഈ ആത്മാക്കളോട് മുഴുവനും കരുണ കാണിക്കണമേ. ഒപ്പം പരിശുദ്ധി അമ്മേ, ഞങ്ങൾക്കായും ശുദ്ധീകരണ ആത്മാക്കൾക്കായിട്ടും മാധ്യസ്ഥം വഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.